നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പേപ്പർ മിൽ മാനേജ്മെന്റിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ നടന്ന പുനലൂർ താലൂക്ക് ഓഫീസ് മാർച്ചിൽ അണിനിരന്നത് നൂറുകണക്കിന് കുടികിടപ്പുകാർ. പേപ്പർ മില്ലിന്റേതല്ലാത്ത ഭൂമി സ്വന്തമാക്കാനാണ് മിൽ മാനേജ്മെന്റ് ശ്രമിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോർജ് മാത്യു. കൈവശാവകാശ ഭൂമിക്ക് പട്ടയം നൽകുമെന്ന് പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സർക്കാർ വാക്കുപാലിക്കണമെന്ന് ആവശ്യം. പേപ്പർ മിൽ തുറക്കാതിരിക്കാനാണ് സമരസമിതി ശ്രമിക്കുന്നത് എന്ന തരത്തിൽ മിൽ മാനേജ്മെന്റ് പ്രചരിപ്പിക്കുന്ന വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് PS സുബാൽ. രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവർത്തന രീതികൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും സേവന മേഖലയിൽ അവർ കൂടുതൽ സജീവമാകണമെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ പത്തനാപുരത്ത്. ഗേജുമാറ്റം പുരോഗമിക്കുന്ന പുനലൂർ ചെങ്കോട്ട പാതയിൽ വെള്ളിയാഴ്ച ജനപ്രതിനിധികളുടെയും റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെയും സംയുക്ത പരിശോധന. 10 മണിക്ക് ആര്യങ്കാവിൽ നിന്ന് പരിശോധന തുടങ്ങും. പേപ്പർ മിൽ മാനേജ്മെന്റിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ നടന്ന പുനലൂർ താലൂക്ക് ഓഫീസ് മാർച്ചിൽ അണിനിരന്നത് നൂറുകണക്കിന് കുടികിടപ്പുകാർ. സെൻഗ്രേറ്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞു. പേപ്പർ മിൽ ഉടൻ തുറന്ന് പ്രവർത്തിക്കുക, സമീപവാസികൾ പതിറ്റാണ്ടുകളായി താമസിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്ന ഭൂമിക്ക് സർക്കാർ പട്ടയം നൽകുക, ഈ ഭൂമി പണയം വയ്ക്കാനുള്ള ശ്രമം കമ്പനി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൈവശ ഭൂമിക്കാർ LDFന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തിയത്. മാർച്ചിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരാധന്മാരായ നേതാക്കന്മാർ തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ് കൈവശമായി. ഇത്രയും പഴക്കം ചെന്ന സർക്കാർ ഭൂമി ആരുടെയെങ്കിലും കൈവശം ഈ നാട്ടിലുണ്ടാവാൻ സാധ്യതയില്ല. പണ്ടുണ്ടായിരുന്നു. ഇവിടെ ആൽബിയ മുതലാളിക്ക് കേരളത്തിലെ ഗവൺമെന്റ് പാട്ടത്തു നൽകിയ ഭൂമിയാണ് ഈ വ്യവസായ സ്ഥാപനവും നിങ്ങളുടെ കൈവശമിരിക്കുന്ന ഭൂമിയും എന്ന് നമുക്കറിയാം. പാട്ടമെന്ന് പറഞ്ഞാൽ പാട്ടം കൊടുക്കുന്നത് ഗവൺമെന്റാണ്. ആ പാട്ടം റദ്ദു ചെയ്യാനും ആ പാട്ടവ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ ആ പാട്ടഭൂമി തിരിച്ചെടുക്കാനും ഈ പാട്ടം അനുവദിച്ച കേരളത്തിലെ ഗവൺമെന്റിന് സുവ്യക്തമായ അധികാരം ഇതുണ്ട്. ഭൂപരിധി നിയമപ്രകാരവും പാട്ടവ്യവസ്ഥയും അനുസരിച്ച് ഈ ഭൂമി വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അധികാരമില്ല. പേപ്പർ മിൽ സമരസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാസ്ലസ് ജൂനിയർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമരസമിതി സെക്രട്ടറി ടൈറ്റസ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. മുൻ MLA PS സുബാൽ, CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പേപ്പർ മില്ലിന്റേതല്ലാത്ത ഭൂമി സ്വന്തമാക്കാനാണ് മിൽ മാനേജ്മെന്റ് ശ്രമിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോർജ് മാത്യു പറഞ്ഞു. കൈവശാവകാശ ഭൂമിക്ക് പട്ടയം നൽകുമെന്ന് പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സർക്കാർ വാക്കുപാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ സ്ഥാപനത്തിന്റെ അവശേഷിക്കുന്ന 100 ഏക്കർ സ്ഥലം റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് സജ്ജമാക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുകയും പുതിയ കമ്പനി ഉണ്ടാക്കുകയും ചെയ്തു. ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു നീക്കി അവിടെ പാർക്കുന്നവരെയെല്ലാം കുടിയിറക്കി. ഇല്ലെങ്കിൽ ഈ മാനേജ്മെന്റ് നിശ്ചയിക്കുന്ന പ്രകാരം വിരനില നിങ്ങൾ മേടിച്ചു കൊള്ളണം എന്ന തീർത്തൂരം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പുതുതായി രൂപീകരിച്ച കമ്പനി. ഇവിടെ പേപ്പർ മിൽ മാനേജ്മെന്റ് ഈ സ്ഥാപനം പ്രവർത്തിക്കാൻ വേണ്ടി ഒരുങ്ങുകയല്ല, മറിച്ച് ഈ പേപ്പർ മിൽ പ്രവർത്തിക്കാത്തതിന്റെ ഉത്തരവാദിത്വം അവിടെ പാർക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ തലയിൽ വെച്ചുകെട്ടി തലയൂരാനുള്ള പരിശ്രമമാണ്. അതിന് കൂട്ടുനിൽക്കാൻ പലരെയും ഈ നാട്ടിൽ കിട്ടും, പക്ഷേ ഞങ്ങളെ കിട്ടാൻ പോകുന്നില്ല. ഈ സമരസമിതിയുടെ ഒന്നാമത്തെ മുദ്രാവാക്യം പേപ്പർ മിൽ അടിയന്തരമായി തുറക്കുക. രണ്ടാമത്തെ മുദ്രാവാക്യം പേപ്പർ മിൽ മാനേജ്മെന്റിനോടല്ല. ഇത് പേപ്പർ മിൽ മാനേജ്മെന്റിന്റെ സ്വന്തമാണെങ്കിലല്ലേ പേപ്പർ മിൽ മാനേജ്മെന്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു സമരം അങ്ങോട്ട് പോയാൽ മതിയല്ലോ. രണ്ടാമത്തെ മുദ്രാവാക്യം കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റിനോടാണ്. ആ ഗവൺമെന്റാണ് പറഞ്ഞത് കേരളത്തിൽ കൈവശ ഭൂമിക്ക് പട്ടയം കൊടുക്കും. ആ ഗവൺമെന്റാണ് പറഞ്ഞത് 3 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് 1 വർഷക്കാലത്തിനുള്ളിൽ പട്ടയം കൊടുക്കും, ഭൂമി കണ്ടെത്തും കൊടുക്കും. എന്തേ ഉമ്മൻചാണ്ടി, എന്തേ അടൂർ പ്രകാശ്, നിങ്ങൾ ഈ കേരളത്തിൽ ഓടി നടന്ന് കൈവശ ഭൂമിക്ക് ഉടമസ്ഥാവകാശമില്ലാത്ത പട്ടയമില്ലാത്തവർക്കെല്ലാം പട്ടയം കൊടുക്കാൻ പരിശ്രമിക്കുമ്പോൾ പുല്ലൂർ വില്ലേജിലെയും വിളക്കുടി വില്ലേജിലെയും ഈ ഭൂമിയുടെ കൈവശക്കാർക്ക് പട്ടയം കൊടുക്കാതെ അത് കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മുതലാളിക്ക് കരമടയ്ക്കാൻ അവസരം കൊടുക്കുന്നത്. ഇവിടെ പാർക്കുന്നവർക്ക് പട്ടയം കൊടുക്കണമില്ലെങ്കിൽ ഈ പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ തീരുമാനം കേരളത്തിലെ ഗവൺമെന്റ് എടുക്കണം.
അങ്ങനെ ഒരു തീരുമാനമെടുക്കാതെ എങ്ങനെ ഈ കൃഷിക്കാരുടെ കൈവശമിരിക്കുന്ന ഭൂമിക്ക് പേപ്പർ മിൽ മാനേജ്മെന്റിന് കരമടയ്ക്കാൻ അവസരമുണ്ടാക്കുന്നത്? ഞങ്ങൾ പറയുന്നു, നിയമവിരുദ്ധമായി കരമടച്ച് ഈ ഭൂമി കൈവശപ്പെടുത്താൻ പരിശ്രമിക്കുന്ന ഈ മാനേജ്മെന്റ് കൂട്ടുനിന്ന റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പേപ്പർ മിൽ തുറക്കാതിരിക്കാനാണ് സമരസമിതി ശ്രമിക്കുന്നത് എന്ന തരത്തിൽ മിൽ മാനേജ്മെന്റ് പ്രചരിപ്പിക്കുന്ന വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് PS സുബാൽ. പുതിയ മാനേജ്മെന്റ് ഭൂമി പണയപ്പെടുത്താൻ ശ്രമം നടത്തിയ സാഹചര്യത്തിലാണ് സമരം വേണ്ടിവന്നതെന്നും സുബാൽ പറഞ്ഞു. ഇപ്പോൾ ഈ സമരം നമ്മൾ ആരംഭിച്ചതിന് ശേഷം മാനേജ്മെന്റ് പത്രത്തിൽ ഒരു വാറോല കൊടുക്കുകയുണ്ട്. ആ വാറോലയിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പേപ്പർ മില്ലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് പേപ്പർ മില്ല് തുറക്കാതിരിക്കുന്നതിന് വേണ്ടി എന്നുള്ള നിലയിലാണ് ആ പത്രത്തിലെ പരസ്യം. ഞങ്ങൾക്ക് മാനേജ്മെന്റിനോട് പറയാനുള്ളത്, ഞങ്ങൾ ഒരു വാറോലയും പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനി തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആർജവമായി ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ്. ഞങ്ങൾക്ക് ഒരു വാറോലയും പ്രസിദ്ധീകരിക്കേണ്ട കാര്യമില്ല, ഒരു പരസ്യവും നൽകി ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ എന്തിനാണ് സമരം നടത്തിയത് എന്ന് നിങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കണം. 2008 നവംബർ മാസം പേപ്പർ മില്ല് തുറക്കുന്നതിന് വേണ്ടിയുള്ള ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം ഇപ്പോൾ ഈ സമരം നടക്കുന്ന കാലയളവ് വരെയുള്ള പീരീഡ് പരിശോധിച്ചാൽ എത്ര നാളായിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. അതായത് ഇത് ഒക്ടോബർ മാസമാണ്. 2014 നവംബർ മാസമാകുമ്പോൾ ധാരണാപത്രം ഒപ്പിട്ടിട്ട് ഏതാണ്ട് 6 വർഷക്കാലം ആകാൻ പോവുകയാണ്. പേപ്പർ മില്ല് തുറക്കാൻ വേണ്ടി എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്ത്, എല്ലാ നികുതികളും കുറച്ചുകൊടുത്ത്, അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം 6 വർഷക്കാലമാകാൻ പോകുന്നു എന്നുള്ളത് മാനേജ്മെന്റ് മറക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ 6 വർഷക്കാലം നീട്ടിക്കൊണ്ട് പോയപ്പോൾ മാനേജ്മെന്റ് പലത് മാറി എന്നുള്ളത് മനസ്സിലാക്കണം. മാനേജ്മെന്റ് പലത് മാറട്ടെ, ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങൾക്ക് പേപ്പർ മില്ല് തുറന്ന് പ്രവർത്തിപ്പിച്ചാൽ മാത്രം മതി. പക്ഷേ 6 വർഷക്കാലമായിട്ടും പേപ്പർ മില്ല് തുറന്ന് പ്രവർത്തിപ്പിക്കാത്തത് കൊണ്ടാണ് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് പ്രക്ഷോഭത്തിന് ഒരുങ്ങേണ്ടി വന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ തൂക്കുപാലത്തെയും ഗാന്ധി പ്രതിമയെയും മറച്ചുകൊണ്ട് ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് പുനലൂരിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ഫ്ലക്സ് ബോർഡ് തൂക്കുപാലം സംരക്ഷണ സമിതി നീക്കം ചെയ്തു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ബോർഡ് നീക്കം ചെയ്തത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാർ ഫ്ലക്സ് ബോർഡുകൾക്ക് നിരോധനം പ്രഖ്യാപിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് തൂക്കുപാലത്തെയും ഗാന്ധി പ്രതിമയെയും മറച്ച് പുനലൂരിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ലൈവ് വാർത്ത ഇത് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് തൂക്കുപാലം സംരക്ഷണ സമിതി നേതാവ് AK നസീർ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ബോർഡ് നീക്കം ചെയ്തത്. തൂക്കുപാലത്തോട് ചേർന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ ഉടനടി നീക്കം ചെയ്യണമെന്നും സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഇത് വെക്കുന്ന അവസരത്തിൽ തന്നെ വെക്കരുതെന്ന് ആവശ്യപ്പെടുകയും ഇത് ഗവൺമെന്റിന്റെ ബോർഡാണെന്നും അത് നാളെ തന്നെ എടുത്ത് മാറ്റുമെന്നും പറഞ്ഞ് അവിടെ സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ഇത് അതിന്റെ അധികാരികൾ നമ്മൾ പറഞ്ഞതിന് ശേഷം ഒരു രീതിയിലും ആ ഫ്ലെക്സ് എടുത്ത് മാറ്റാത്ത ഒരവസ്ഥ ഉണ്ടായപ്പോൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളും സംരക്ഷണ സമിതി അംഗങ്ങളും അവിടുത്തെ ചെറുകിട കച്ചവടക്കാരെല്ലാവരും കൂടെ സംയുക്തമായിട്ട് ഈ ബോർഡുകൾ ഇന്ന് രാവിലെ ഞങ്ങൾ നീക്കം ചെയ്തു. നീക്കം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് മാറ്റിയ ഉടനെ അവിടെ രാഷ്ട്രീയ ബോർഡുകൾ ഒരുപാട് ഇരിപ്പുണ്ടായിരുന്നു. അതെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് ആ രാഷ്ട്രീയ കക്ഷികൾ ആരൊക്കെയാണോ അവരെ തന്നെ വിളിച്ചു പറഞ്ഞ് അത് എടുപ്പിച്ച് മാറ്റുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതിനാൽ ആ ബോർഡ് നീക്കം ചെയ്തിട്ടില്ല. അതും ഇന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ നോക്കും. അത് നീക്കം ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ആ ബോർഡ് ഉൾപ്പെടെയുള്ളത് ഞങ്ങൾ തീർച്ചയായിട്ടും തൂക്കുപാല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇനി ഒരു ചെറിയ ഫ്ലെക്സ് ബോർഡുകൾ പോലും തൂക്കുപാലത്തിന് കോട്ടം തട്ടുന്ന രീതിയിലും തൂക്കുപാലം കാണാത്ത രീതിയിലും വയ്ക്കുകയാണെങ്കിൽ അതിന് ശക്തമായ രീതിയിൽ എതിർക്കുമെന്ന് തന്നെയാണ് തൂക്കുപാല സംരക്ഷണ സമിതി കൺവീനർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവർത്തന രീതികൾക്ക് മാറ്റം വരേണ്ടതുണ്ടെന്നും സേവന മേഖലയിൽ അവർ കൂടുതൽ സജീവമാകണമെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ. സ്നേഹരാജ്യം മാസികയുടെ വാർഷികാഘോഷം ഗാന്ധിഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാത്മജിയുടെ നേതൃത്വത്തിൽ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് നീക്കുമ്പോൾ തന്നെ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ, സാമൂഹ്യ തിന്മകൾക്കെതിരായി നടത്തിയ പരിശ്രമങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്.
അതോടൊപ്പം തന്നെ ഗാന്ധിജി, മഹാത്മാവായ ഗാന്ധിജി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ലോകത്തോട് പറഞ്ഞ ഗാന്ധിജി, ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ഗാന്ധിജി അശരണരോട്, ഹതഭാഗ്യരായ മനുഷ്യരോട്, സഹജീവികളോട് എത്ര കാരുണ്യപൂർവ്വം പെരുമാറിയിരുന്നു, അവർക്ക് എത്ര പരിചരണമാണ് കൊടുത്തിരുന്നത്, അവരെ എത്ര ദീനാനുകമ്പയോടുകൂടിയാണ് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. അതിനൊക്കെ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ അശരണരായ, പ്രയാസം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തി മാറ്റാനുള്ള ആ പരിശ്രമങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക്, രാഷ്ട്രീയ സമൂഹത്തിന് ഏറെ ഈ കാര്യത്തിൽ ചെയ്യാനാകും. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ സാമൂഹ്യ സേവനം പൂർണ്ണമായി മുന്നോട്ട് നീക്കുക എന്നുള്ളത്, പാവപ്പെട്ടവർക്ക് അർഹിക്കുന്ന സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൂർണ്ണമായി മാറേണ്ടതുണ്ട്, മാറിയേ മതിയാകും. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന പ്രവണത കൂടി വരികയാണെന്നും ഇത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നും വി എം സുധീരൻ പറഞ്ഞു. ജീവകാരുണ്യ മേഖലയിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള അധ്യക്ഷനായ ചടങ്ങിൽ പുനലൂർ രൂപതാമെത്രാൻ ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ BRP ഭാസ്കർ, മിനിമൽ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഗോകുലം ഗോപകുമാർ, ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഡയറക്ടർ CR നജീബ്, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം S വേണുഗോപാൽ, CPM ഏരിയ സെക്രട്ടറി B അജയകുമാർ, UDF പത്തനാപുരം നിയോജകമണ്ഡലം ചെയർമാൻ ബാബു മാത്യു, മാധ്യമപ്രവർത്തകരായ രാജു മാത്യു, ബിജു പാപ്പച്ചൻ, പ്രദീപ് ഗുരുകുലം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഗാന്ധിഭവൻ പ്രസിദ്ധീകരിക്കുന്ന സ്നേഹരാജ്യം മാസിക ഏർപ്പെടുത്തിയ 8ാമത് മാധ്യമ പുരസ്കാരം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിതരണം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ TVR ഷേണായി, മാതൃഭൂമി ചാനലിന്റെ ന്യൂസ് ചീഫ് ഉണ്ണി ബാലകൃഷ്ണൻ എന്നിവരാണ് ഇത്തവണത്തെ മാധ്യമ പുരസ്കാരത്തിന് അർഹരായത്. 25,000 രൂപയും ശില്പവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വേദനാരഹിത പ്രസവം 1000 തികഞ്ഞു. ഒപ്പം ക്യാഷ് അംഗീകാരത്തിന്റെ നിറവിലുമാണ് ആശുപത്രി. 11-ന് ആശുപത്രി അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി VS ശിവകുമാർ ക്യാഷ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. സംസ്ഥാനത്തെ സിസേറിയൻ നിരക്ക് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ ഇത് കുറയ്ക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് വേദനാരഹിത സാധാരണ പ്രസവം സർക്കാർ ആശുപത്രികളിൽ നടപ്പാക്കിയത്. വ്യത്യസ്തമായ ആരോഗ്യ പരിപാടികളിലൂടെ സംസ്ഥാനത്തിനാകെ മാതൃകയായ പുനലൂർ താലൂക്ക് ആശുപത്രി ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ആദ്യ നൂതന പദ്ധതിയാണ് ഇത്. 2010 സെപ്റ്റംബറിലാണ് ആദ്യത്തെ വേദനാരഹിത പ്രസവം ഇവിടെ നടന്നത്. ഇത് വിജയകരമായി 1000 തികച്ചതിന്റെ ആഘോഷ പരിപാടികൾ 11-ന് ക്യാഷ് അക്രഡിറ്റേഷൻ വിതരണം ചെയ്യുന്ന ചടങ്ങിൽ നടക്കും. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപകമായിട്ടുള്ള പരിപാടിയായിരുന്നിട്ട് പോലും കേരളത്തിലും ഇന്ത്യയിലും വളരെ പരിമിതമായ ആശുപത്രികൾ സാധ്യമായിരുന്നു. അപ്പോളോ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്, SUT, കിംസ്, അതുപോലുള്ള നാമമാത്ര വെല്ലെണ്ണാത്ത സ്ഥാപനങ്ങൾ മാത്രമേ. ഇന്ന് കൊല്ലം ജില്ലയിൽ മാത്രം 12 ആശുപത്രികൾ ഇതേ പദ്ധതി നടപ്പിലാക്കി. വലിയ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഈ പദ്ധതി നടപ്പിലാക്കി. ഇന്ന് 1000-ഓളം രോഗികൾ, 1000-ഓളം പ്രസവങ്ങൾ വേദനരഹിത സാധാരണ പ്രസവം എന്ന നിലയിൽ സംഭവിച്ചു കഴിഞ്ഞു. അതിൻ്റെ വേറെ വശമെന്ന് പറഞ്ഞാൽ ഏകദേശം 780-800 സിസേറിയനാണ് ഇവിടെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന സിസേറിയൻ നിരക്കെന്ന് പറയുന്നത് വലിയ പ്രശ്നമുണ്ട്. കാരണം പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് വേദന സഹിക്കാൻ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സിസേറിയനിൽ പോകുന്ന ട്രെൻഡുണ്ട്. അത് ദൂരവ്യാപകമായിട്ട് സ്ത്രീകളുടെ ആരോഗ്യത്തെ വളരെ മോശമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന പറയുന്നത് കടിഞ്ഞൂൽ സിസേറിയൻ നിരക്ക് ഒരിക്കലും 15% കൂടാൻ പാടില്ല, അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ള നിർദ്ദേശമുണ്ട്. കൊല്ലൂർ താലൂക്ക് ആശുപത്രി ടെസ്റ്റ് ലോസ് ആയിരുന്നു. കാരണം ഈ പ്രസവത്തിന് വരുന്ന വേദനരഹിത സാധാരണ പ്രസവത്തിന് വരുന്ന, അല്ലെങ്കിൽ ഏത് പ്രസവത്തിന് വരുന്ന ഏത് സ്ത്രീക്കും ഒരു നഴ്സിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള പരിചരണം, ഡോക്ടറുടെ ഏകദേശം 4 മണിക്കൂറെങ്കിലും നീണ്ടു നിൽക്കുന്ന സാന്നിധ്യം, പിന്നെ ഗർഭിണിയുടെ ഓരോ പൾസും കുഞ്ഞിന്റെ ചലനങ്ങളും ഒക്കെ നിർണ്ണയിക്കാനുള്ള സൂക്ഷ്മമായ നിരീക്ഷണം, ഇതൊക്കെ വളരെ ശ്രമകരമായ ചില പരിപാടികളാണ്. ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കിയാൽ മാത്രമേ വേദനരഹിത സാധാരണ പ്രസവം സക്സസ് ആവും. ശുചിത്വത്തിലും പരിചരണത്തിലും മാതൃകയായ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ജനുവരിയിലാണ് ക്യാഷ് സംഘം വിലയിരുത്തൽ നടത്തിയത്. കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽ ക്യാഷ് എന്നുള്ള പദ്ധതിയിലൂടെ നമുക്ക് സർക്കാരിന്റെ പുരസ്കാരം ലഭിക്കുന്നത്. ഇത് സംസ്ഥാനത്തിൽ ആദ്യമായിട്ട് ലഭിക്കുന്ന താലൂക്ക് ആശുപത്രി ഒന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയാണ്. ഇന്ന് കേരളത്തിൽ തന്നെ 2 താലൂക്ക് ആശുപത്രിക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് പാറശാല താലൂക്ക് ആശുപത്രിക്കാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കേരള സർക്കാരിന്റെ ക്യാഷ് അക്രഡിറ്റേഷൻ ലഭിക്കുന്ന ആശുപത്രി പുനലൂർ താലൂക്ക് ആശുപത്രിയാണ്. നഗരസഭാ അധികൃതർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ക്യാഷ് അംഗീകാരം ആശുപത്രിക്ക് ലഭിച്ചതായി അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
ഗേജ് മാറ്റം പുരോഗമിക്കുന്ന പുനലൂർ ചെങ്കോട്ട പാതയിൽ വെള്ളിയാഴ്ച ജനപ്രതിനിധികളുടെയും റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും സംയുക്ത പരിശോധന നടക്കും. 10 മണിക്ക് ആര്യങ്കാവിൽ നിന്ന് പരിശോധന തുടങ്ങും. കൊല്ലം MP NK പ്രേമചന്ദ്രൻ, മധുര ഡിവിഷൻ റെയിൽവേ മാനേജർ, പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു, മറ്റ് ജനപ്രതിനിധികൾ, ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് ആര്യങ്കാവിൽ നിന്ന് ആരംഭിക്കുന്ന പരിശോധനയിൽ ഇടപ്പാളയം, കഴുതുരുട്ടി, തെന്മല, ഒറ്റക്കൽ, ഇടമൺ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടും. സംയുക്ത പരിശോധനയ്ക്ക് മുന്നോടിയായി വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് MPയുടെ നേതൃത്വത്തിൽ ആര്യങ്കാവിൽ വെച്ച് സർവകക്ഷി യോഗം നടത്താനും തീരുമാനമുണ്ട്. സെപ്റ്റംബർ 24-ന് മധുരയിൽ MP വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ വെച്ചാണ് സംയുക്ത പരിശോധനയ്ക്കുള്ള തീരുമാനമുണ്ടായത്. ഗേജ് മാറ്റത്തിന്റെ ഭാഗമായി ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് സംബന്ധിച്ച് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉറപ്പ് ലഭിച്ചിട്ടില്ല. മധുരയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ റെയിൽവേ നോട്ടീസ് നൽകിയ മുഴുവൻ പേരെയും കുടിയൊഴിപ്പിക്കാൻ കഴിയില്ലെന്ന് MP NK പ്രേമചന്ദ്രൻ അറിയിച്ചിരുന്നു. വെള്ളിയാഴ്ച നടക്കുന്ന സംയുക്ത പരിശോധനയോടെ റെയിൽവേ ഗേജ് മാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈറ്റ് ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആര്യങ്കാവ് മുതൽ പുനലൂർ വരെയുള്ള ഒരു യാത്ര. അപ്പോൾ അത് ആര്യങ്കാവിൽ നിന്ന് ആരംഭിച്ച് മുറിയം പഞ്ചാല്, എടപ്പാളയം, കഴുതുരുട്ടി, തെന്മല, ഒറ്റക്കൽ, ഇടമൺ, പുനലൂർ തുടങ്ങിയ കേന്ദ്രങ്ങളിലെത്തി അവിടുത്തെ വർക്കുകൾ പരിശോധിക്കുകയും വർക്കുകൾ സ്പീഡപ്പ് ചെയ്യുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും അടിയന്തര പ്രാധാന്യമുള്ള ജോലികൾ ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട DRM അടക്കമുള്ളവരെ വിവരങ്ങൾ MP അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയും വർക്ക് നല്ല പ്രോഗ്രസ്സായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. എന്നാൽ കുടിയൊഴിപ്പിക്കൽ പ്രശ്നത്തിൽ തീരുമാനമുണ്ടാക്കാൻ കഴിയാത്തതിൽ ഇടതു കേന്ദ്രങ്ങൾ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തണമെന്ന് ഇടതു കേന്ദ്രങ്ങൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തെന്മല. അകാലത്തിൽ പൊലിഞ്ഞ അധ്യാപക ദമ്പതികൾ അമലയുടെയും സാധുവിന്റെയും പേരിൽ ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഡിറ്റോറിയം നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 15 ലക്ഷം രൂപ ചിലവാക്കിയാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. അമല ടീച്ചറും സാധു ടീച്ചറും 3 മാസങ്ങൾക്ക് മുമ്പാണ് ഈ നാടിനെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എല്ലാവരെയും ദുഃഖത്തിലാക്കിക്കൊണ്ട് ഒരു അപകടത്തിൽ പെട്ട് നമ്മൾ വിട്ടുപിടിയും അവരുടെ ഭാവനക്ക് മുമ്പിൽ ഞാൻ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. മരണപ്പെട്ടുപോയ ദുഃഖം സ്കൂൾ അന്തരീക്ഷത്തിലും നമ്മുടെ ഗ്രാമത്തിലും തലക്കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും ആ ദുഃഖം വിട്ട് മാറുന്നതിന് മുമ്പ് അവർക്ക് ഉചിതമായ സ്മരണകൾ അധ്യാപകർ എന്ന നിലയിൽ നടത്തിയ സേവനത്തെയും മറ്റ് കണക്കിലെടുത്തുകൊണ്ടാണ് നിർമ്മിച്ച് നൽകുകയെന്നുള്ളത് അത്യപൂർവമായി മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർവഹിച്ചു. അടുത്തിടെ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട അധ്യാപക ദമ്പതികളായ അമല, സാധു എന്നിവരുടെ പേരാണ് ഓഡിറ്റോറിയത്തിന് നൽകിയിരിക്കുന്നത്. സ്കൂളിലെ അധ്യാപികയായിരുന്ന അമല ഈ ഓഡിറ്റോറിയത്തിന് വേണ്ടി നിരവധി തവണ ജനപ്രതിനിധികളോട് സഹായം ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ പറഞ്ഞു. കൊല്ലം ജില്ലയിലെ തന്നെ മികച്ച സ്കൂളുകളിൽ ഒന്നായ ഒറ്റക്കൽ സ്കൂളിന് ജനപ്രതിനിധികൾ വികസനങ്ങൾ എത്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾ തിരിച്ച് സ്കൂളിന്റെ വിജയശതമാനം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ S. ജയമോഹൻ പറഞ്ഞു. വേണ്ടത്ര സൌകര്യങ്ങളില്ലാത്ത കൂവക്കാട്, നെടുമ്പാറ പോലുള്ള സ്കൂളുകൾ 100% വിജയം കൈവരിക്കുമ്പോൾ എല്ലാ സൌകര്യങ്ങളുമുള്ള സ്കൂളിൽ വിജയശതമാനം തൃപ്തികരമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്കൂളിന് വരും നാളുകളിൽ ചുറ്റുമതിലിനും ശൌചാലയത്തിനും ഫണ്ട് മാറ്റിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അവർക്ക് പരിശീലനം നൽകി അവരെ മുഖ്യ ധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉന്നയിച്ച പദ്ധതി നമ്മുടെ ജില്ലയിലാണ് ജില്ലാ പഞ്ചായത്തിനുള്ളത് നടപ്പിലാക്കിയത്. കലാപരിപാടികളിൽ കുട്ടികൾ പിന്നോട്ടാണ് എന്ന് സഞ്ചരിക്കാൻ പാടില്ല. എന്നാൽ അതിൽ താല്പര്യമുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് കലാഗ്രാമം പദ്ധതി. അതും ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്ന ഒന്നാണ്. SPC വേണം എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ആദ്യമായി SPCകളുടെ രൂപത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, അതാണ് SPC, എന്നാൽ കുട്ടി ഡോക്ടർമാർ എന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ വെച്ചു. കുട്ടികളെ ഡോക്ടർമാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം എന്നുള്ളത് മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും അപകടങ്ങളോ മറ്റോ ഉണ്ടായി ചെന്നാൽ അല്ലെങ്കിൽ റോഡിൽ നമ്മുടെ കണ്ണിൽപ്പെട്ടാൽ നമ്മുടെ നാട്ടിൽപ്പെട്ടാൽ പ്രഥമ ശുശ്രൂഷ നൽകാനുള്ള ഒരു പരിചയവും ഒരു കഴിവും അല്ലെങ്കിൽ നൽകേണ്ട രീതികളെ കുറിച്ച് കുട്ടികളെ പഠിപ്പിച്ച് സജ്ജരാക്കി നിർത്തുക എന്നുള്ളതാണ് കുട്ടി ഡോക്ടർ പദ്ധതിയിലൂടെ ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്.
സഞ്ജയ് പറഞ്ഞ SPC വരാൻ വേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം നിങ്ങളുടെ സ്കൂളിൽ കുട്ടി ഡോക്ടർ പദ്ധതി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച് നൽകുന്നതായിരിക്കുന്ന കാര്യം ഞാൻ അറിയിക്കുകയാണ്. PTA പ്രസിഡന്റ് S. ബാഹുലയൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AT. ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ റോബിൻ ജോസ്, സ്റ്റാഫ് സെക്രട്ടറി പ്രവീൺ, സ്കൂൾ ചെയർമാൻ ഋതുരാജ്, ഹൈസ്കൂൾ ഇൻചാർജ് S. റഹീം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. കഴുതുരുട്ടി ഇരട്ടപ്പാലത്തിനു സമീപം ദേശീയപാത 744ന്റെ വക്കിടിഞ്ഞ് കഴുതുരുട്ടി ആറ്റിൽ പതിച്ചു. ദേശീയപാതയുടെ 6 ചേർന്നുള്ള വശങ്ങൾ ദുർബലമായതിനാൽ ഈ ഭാഗത്ത് അപകട സാധ്യതയുള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് ദേശീയപാതയുടെ വശമിടിഞ്ഞ് ആറ്റിലേക്ക് പതിച്ചത്. ചരക്ക് വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളാണ് ദിവസേന ഇതുവഴി കടന്നുപോകുന്നത്. റോഡിന്റെ ഈ വശം കാട് പിടിച്ചു കിടക്കുന്നതിനാൽ മണ്ണിടിഞ്ഞ ഭാഗം വാഹനയാത്രികരുടെ ശ്രദ്ധയിൽപ്പെടില്ല. അതിനാൽ അമിതഭാരവുമായി വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ റോഡ് ഇടിഞ്ഞ് അപകടമുണ്ടാകാൻ സാധ്യത ഏറെയാണ്. കഴുതുരുട്ടിയാറിന് സമാന്തരമായാണ് ദേശീയപാത ആര്യങ്കാവ്, തെന്മല പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്നത്. ഈ ഭാഗങ്ങളിൽ മിക്കയിടത്തും റോഡിന്റെ വശത്തെ ഭിത്തികൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ ദേശീയപാത അധികൃതർ സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. വന്യജീവി വാരാഘോഷം 2014ന്റെ ഭാഗമായി കേരള വനം വന്യജീവി വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല ഫോട്ടോഗ്രാഫി മത്സരത്തിൽ പുനലൂർ മാത്ര സ്വദേശി സുരേഷ് സൂര്യശ്രീക്ക് പുരസ്കാരം. കുമളി കല്ലറക്കൽ ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പീരുമേട് MLA ES ബിജിമോൾ സുരേഷ് സൂര്യശ്രീക്ക് പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങ് വനംവകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇത് 2ാം തവണയാണ് സുരേഷിന് വനംവകുപ്പിന്റെ പുരസ്കാരം ലഭിക്കുന്നത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പുനലൂർ മേഖലാ പ്രസിഡന്റും ഫോട്ടോഗ്രാഫിക് സൊസൈറ്റി ഓഫ് കേരളയിലെ സ്ഥിരാംഗവുമാണ് സുരേഷ്. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. പുന്നലയിൽ പുതിയ കേന്ദ്രത്തിലേക്ക് മാറ്റി പ്രവർത്തനമാരംഭിച്ച അക്ഷയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം MLA KV ഗണേഷ് കുമാർ നിർവഹിച്ചു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജോസ് ചടങ്ങിൽ അധ്യക്ഷനായി. KLDC ചെയർമാൻ ബെന്നി കക്കാട് അക്ഷയ കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അക്ഷയ സെന്റർ പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി ഭാസ്കർ സ്വാഗതം പറഞ്ഞു. ഗാന്ധിഭവൻ മാനേജർ വിജയൻ ആമ്പാടി, പത്തനാപുരം SI സുനിൽ കൃഷ്ണൻ, മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. പേപ്പർ മിൽ മാനേജ്മെന്റിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ നടന്ന പുനലൂർ താലൂക്ക് ഓഫീസ് മാർച്ചിൽ അണിനിരന്നത് 100 കണക്കിന് കുടികിടപ്പുകാർ. പേപ്പർ മില്ലിന്റേതല്ലാത്ത ഭൂമി സ്വന്തമാക്കാനാണ് മിൽ മാനേജ്മെന്റ് ശ്രമിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോർജ് മാത്യു. കൈവശാവകാശ ഭൂമിക്ക് പട്ടയം നൽകുമെന്ന് പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സർക്കാർ വാക്കുപാലിക്കണമെന്ന് ആവശ്യം. പേപ്പർ മിൽ തുറക്കാതിരിക്കാനാണ് സമരസമിതി ശ്രമിക്കുന്നത് എന്ന തരത്തിൽ മിൽ മാനേജ്മെന്റ് പ്രചരിപ്പിക്കുന്ന വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് PS സുബാൽ. രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവർത്തന രീതികൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും സേവന മേഖലയിൽ അവർ കൂടുതൽ സജീവമാകണമെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ പത്തനാപുരത്ത്. ഗേജുമാറ്റം പുരോഗമിക്കുന്ന പുനലൂർ ചെങ്കോട്ട പാതയിൽ വെള്ളിയാഴ്ച ജനപ്രതിനിധികളുടെയും റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെയും സംയുക്ത പരിശോധന. 10 മണിക്ക് ആര്യങ്കാവിൽ നിന്ന് പരിശോധന തുടങ്ങും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.